ഓം ശാന്തി. 18/9/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. മാതാവും കോ വിശേഷ് കോൺസാ വിഘ്നാത്ത ഹെ. അമ്മമാർക്ക് പ്രത്യേകിച്ച് ഏത് വിഘ്നമാണ് വരുന്നത്? അവിടെ ഇരുന്ന് അമ്മമാർ പറഞ്ഞു മോഹം. മോഹ കിസ് കാരണാത്ത ഹെ. മോഹം എന്ത് കാരണം കൊണ്ടാണ് വരുന്നത്? മോഹ മേരാസേ ഹോത്ത ഹെ. മോഹം എന്നുള്ളത് വരുന്നതിൻ്റെ കാരണം എൻ്റേത് എന്നുള്ളത് കൊണ്ടാണ്. എവിടെ എൻ്റേതെന്ന് വരുന്നു അവിടെ മോഹം വരും. ലേക്കിൻ ആപ് സബ്കാ വായദാ ക്യാ ഹെ. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിജ്ഞ എന്താണ്? शुरू में आप सब जब आए तो आपका वायदा क्या था? തുടക്കത്തിൽ യജ്ഞത്തിൻ്റെ ആരംഭ സമയത്ത് നിങ്ങളെല്ലാവരും വന്നപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത്? ബാബ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ അമ്മമാർ വന്നപ്പോൾ എന്ത് പ്രതിജ്ഞയാണ് നിങ്ങൾ ചെയ്തിരുന്നത്? അത് ഓർമ്മിപ്പിക്കുകയാണ്. മെയിൻ തേരി തോ സബ് കുച്ച് തേരാ. ഞാനും നിൻ്റേത്, എല്ലാം നിൻ്റേത്. പഹല വായദാ ഹി യഹ് ഹെ मैं भी तेरी और मेरा सब कुछ भी तेरा. ആദ്യത്തെ പ്രതിജ്ഞ തന്നെ ഇതാണ്, ഞാനും നിൻ്റേത്, എൻ്റേതെല്ലാം നിൻ്റേത്. തോ ഫിർ ഭി മേരാ കഹാ സേ ആയ. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് എൻ്റേത് എന്നുള്ളത് വന്നത്? തേരേ കോ മേരേ സേ മിലാ ദേത്തേ ഹോ. നിൻ്റേതിനെ എൻ്റേതുമായി കൂട്ടിച്ചേർക്കുകയാണ്. ഇസ്സേ ക്യാ സിദ്ധ ഹുവാ കി പഹല വായദാ ഹി ഭൂൽ ജാത്തേ ഹോ. അപ്പം ഇതിൽ നിന്നും തെളിയുന്നത് ആദ്യം എടുത്ത പ്രതിജ്ഞ തന്നെ മറന്നുപോയി. ബാബയുടെ അടുത്ത് ഓരോ കുട്ടിയും വരുമ്പോൾ ഞാനും നിൻ്റേതാണ്, എൻ്റേതെല്ലാം നിൻ്റേതാണ്, അങ്ങനെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നെ പതുക്കെ കുട്ടികളത് മറന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ എന്നുള്ള മോഹം വരുന്നത് എന്ന് ബാബ പ്രത്യേകിച്ച് അമ്മമാരെ ഓർമ്മിപ്പിക്കുകയാണ്. തേരേക്കോ മേരേ സേ മിലാ ദേത്തേ ഹോ. पहला वायदा ही सब यह करते हैं, जो कहोगे वो करेंगे, जो खिलाएंगे जहाँ बिठाएंगे, यही जो वायदा है वह वायदा याद है. ആദ്യം എല്ലാവരും ചെയ്ത പ്രതിജ്ഞ, എന്ത് പറയുന്നു അതേപോലെ ചെയ്യാം, എന്ത് കഴിപ്പിക്കുന്നു അത് തന്നെ കഴിക്കാം, എവിടെ ഇരുത്തുന്നു അവിടെ ഇരിക്കാം. ഈ പ്രതിജ്ഞ അതോർമ്മയുണ്ടോ? ബാബയുടെ കുട്ടിയായപ്പോൾ എല്ലാവരും തന്നെ ഈ പ്രതിജ്ഞ ബാബയുടെ അടുത്ത് എടുത്തിട്ടുള്ളതാണ്. ബാബ, നീ എന്നെ എവിടെ ഇരുത്തുന്നു അവിടെ ഞാൻ ഇരിക്കാം, നീ എനിക്ക് എന്ത് തരുന്നു കഴിക്കുന്നതിന് അത് തന്നെ ഞാൻ കഴിക്കാം. അപ്പം ബാബ ആ പ്രതിജ്ഞയെ ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടികൾക്കത് ഓർമ്മയുണ്ടോ എന്ന്. बाप तुमको अव्यक्त वतन में बिठाया है तो आप फिर व्यक्त वतन में क्यों आ जाते हो? ബാബ നിങ്ങളെ അവ്യക്ത വതനത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്, നിങ്ങൾ പിന്നെ എന്തിനാണ് വ്യക്തവതനത്തിലേക്ക് വരുന്നത്? വായദാ തോ ഠീക് നഹീ നിഭായ. അപ്പം ചെയ്ത പ്രതിജ്ഞ നിങ്ങൾ ശരിക്ക് പാലിക്കുന്നില്ല. എവിടെ ഇരുത്തിയാലും അവിടെ ഇരിക്കാമെന്നുള്ള പ്രതിജ്ഞ പാലിക്കുന്നില്ലല്ലോ കുട്ടികൾ. ബാബ ഇരുത്തിയിരിക്കുന്നത് അവ്യക്തവതനത്തിലും നമ്മളിരിക്കുന്നത് അങ്ങ് വ്യക്തവതനത്തിലുമാണ്. അപ്പം അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, കുട്ടികൾ ശരിക്കും പ്രതിജ്ഞ പാലിക്കുന്നില്ലല്ലോ. വായദാ ഹേ ജഹാ ബിഠായെങ്കി വഹാ ബൈഠേങ്കി. ബാപ്പിനെ തോ കഹാ നഹീ ഹേ കി വ്യക്തവതൻ മേ ബൈഠോ. ബാബ ഒരിക്കലും കുട്ടികളോട് പറഞ്ഞിട്ടേയില്ല നിങ്ങൾ വന്ന് വ്യക്തവതനത്തിലിരിക്കാൻ. ബാബ ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവ്യക്തവതനത്തിലാണ്.
പിന്നെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വ്യക്തവദനത്തിൽ വന്നത്, എന്തിനാണ് വ്യക്തവദനത്തിൽ കൂടുതൽ ഇരിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. വ്യക്തുമേ ഹോത്തെ അവ്യക്തുമേ രഹോ. വ്യക്തത്തിലാണെങ്കിലും അവ്യക്തത്തിലിരിക്കാൻ പഠിക്കൂ. പഹല പഹല പാട് ഹി ഭൂൽ ജായെങ്കെ തോ ഫിർ ട്രെയിനിങ് ക്യാ കരെങ്കെ. ആദ്യമുള്ള പാഠം തന്നെ നിങ്ങൾ മറക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ട്രെയിനിങ്ങാണ് എടുക്കാൻ പോകുന്നത്? ട്രെയിനിങ് മേ പഹല പാടത്തോ പക്കാ കരാവൂ. ട്രെയിനിങ്ങിൽ ആദ്യത്തെ പാഠം പക്കാക്കും. അപ്പോൾ നമ്മളെല്ലാവരും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയുകയാണ്, ആദ്യത്തെ പാഠം പക്കാക്കൂ. യഹി യാദ് രഖോ कि जो वायदा किया है उसको निभाकर दिखाएंगे. അപ്പോൾ ഇത് ഓർമ്മയിൽ വയ്ക്കൂ. എന്ത് പ്രതിജ്ഞയാണോ ചെയ്തത് അത് പാലിച്ച് തന്നെ കാണിക്കും. എന്ത് പ്രതിജ്ഞയാണോ ഞാൻ ബാബയോട് ചെയ്തത് അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കുട്ടികൾ പ്രതിജ്ഞ എടുക്കൂന്ന് ബാബ പറയാണ്. तो बाबा ചോദിക്കുകയാണ്, जो माताएं ट्रेनिंग में आई हुई हैं आप सब സറണ്ടർ हो. ട്രെയിനിങ്ങിൽ വന്നിരിക്കുന്ന എല്ലാ അമ്മമാരോടും ബാബ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും സമർപ്പിതരാണോ? जब സറണ്ടർ हो चुके हो तो फिर मोह कहाँ से आया. നിങ്ങൾ സമർപ്പിതരായി കഴിഞ്ഞുവെങ്കിൽ പിന്നെ മോഹം എവിടെ നിന്ന് വന്നു? जब कोई जलकर ख़त्म हो जाता है तो फिर उसमें कुछ रहता है. ബാബ ചോദിക്കുക, ആരെങ്കിലും എരിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവരിൽ അവശേഷിക്കുമോ? ഒരാൾ എരിഞ്ഞു തീർന്നു, ബാബ പറയാണ്, അത് മരിച്ചു കഴിഞ്ഞു, എരിഞ്ഞു കഴിഞ്ഞു, പിന്നെ എന്തെങ്കിലും അവശേഷിക്കുമോ? കുച്ച് ഭീ നഹീ, ഒന്നും അവശേഷിക്കാറില്ല. അഗർ കുച്ച് ഹേ तो इसका मतलब है कि तीर लगा है लेकिन पूरे जले नहीं है. അഥവാ കുറച്ചെന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, അമ്പ് ഏറ്റിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും എരിഞ്ഞു തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കലിയുഗത്തോട് മരിച്ചു കഴിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, കാര്യങ്ങളുടെ ഗൗരവം അറിയാം, പക്ഷേ പൂർണ്ണമായിട്ടും അതിനോട് യോജിച്ചു കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു അർപ്പണബോധത്തിൽ വന്നിട്ടില്ല എന്ന് ബാബ അമ്മമാരോട് പറയുകയാണ്. മരേ ഹേ ജലേ നഹീ, മരിച്ചു എന്നാൽ എരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. രാവൺ കോ ഭി പഹലെ മാർത്തേ ഹേ ഫിർ ജലാത്തേ ഹേ. രാവണനെ ആദ്യം കൊല്ലുന്നു, പിന്നെയാണ് കത്തിച്ചു കളയുന്നത്. തോ മർജീവ ബനേ ഹോ പരന്തു ജൽക്കർ ഖതം നഹീ ഹുയേ ഹോ. മരിച്ചിട്ട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും എരിഞ്ഞു തീർന്നിട്ടില്ല എന്ന്. മർജീവ ആയിട്ടുണ്ട്, പക്ഷേ എരിഞ്ഞു തീർന്നിട്ടില്ല, പൂർണ്ണമായിട്ടും ഭസ്മമായി കഴിഞ്ഞിട്ടില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ബാബ അമ്മമാരോട് അവർക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു ഈ മോഹം എന്ന് ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ യജ്ഞത്തിൽ സമർപ്പിതരായി നിൽക്കുന്ന അമ്മമാരാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ ബാബയിൽ സമർപ്പിച്ചവരാണ്. പിന്നെയും നിങ്ങൾക്ക് മോഹം എന്നുള്ള വികാരം എവിടെ നിന്ന് വന്നു? അപ്പം മോഹം വരുന്നത് എൻ്റെ എന്നുള്ളതിൻ്റെ ആധാരത്തിലാണ്. എവിടെ എൻ്റേതെന്നുണ്ടോ അവിടെ മോഹം ഉണ്ടാവും. അപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ മരിച്ചു പക്ഷേ പൂർണ്ണമായിട്ടും എരിഞ്ഞു തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും മോഹത്തിൻ്റെ സംസ്കാരം ഉള്ളത്. ഏകദം കാക്ക് ബൻജായെ വോ നെഹി ബനെ. അങ്ങനെ പൂർണ്ണമായിട്ടും ചാരമായി തീരുക, അങ്ങനെ ആയിട്ടില്ല. സറണ്ടർ കാ അർത്ഥ തോ ബഡാ ഹൈ. സമർപ്പണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. മേരാ കുച്ച് രഹാഹി നെഹി, എൻ്റേതായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. ബാബ സമർപ്പണത്തിൻ്റെ ആഴമായിട്ടുള്ള അർത്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സമർപ്പണം എന്ന് പറയുമ്പോൾ എൻ്റേതായിട്ട് അവിടെ ഒന്നുമില്ല, എല്ലാം എരിഞ്ഞു തീർന്നു.
सरेंडर हुआ तो तन मन धन सब कुछ अर्पण. സമർപ്പണമായി അർത്ഥം ശരീരവും മനസ്സും ധനവും എല്ലാം അർപ്പണം. जब मन अर्पण कर दिया तो उस मन में अपने अनुसार संकल्प उठा ही कैसे सकते हैं. മനസ്സ് ബാബയ്ക്ക് അർപ്പണം ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ആ മനസ്സിൽ തൻ്റേതായ രീതിയിലുള്ള സങ്കല്പങ്ങളെ എങ്ങനെ കൊണ്ടുവരും. തൻസെ വികർമ്മ കർഹി കൈസെ സക്തെ, ശരീരം കൊണ്ട് എങ്ങനെ വികർമ്മം ചെയ്യാൻ കഴിയും. और धन को भी विकल्प अथवा व्यर्थ कार्य में लगा ही कैसे सकते हो. ധനത്തെ വികൽപ്പം അഥവാ വ്യർത്ഥമായ കാര്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. ശരീരവും മനസ്സും ധനവും കൊണ്ട് അർപ്പണം ചെയ്തിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം, അത് ബാബ പ്രത്യേകിച്ചും അമ്മമാരുടെ ഈ ഗ്രൂപ്പിൽ ഉപദേശിക്കുകയാണ്. സമർപ്പണം മനസ്സുകൊണ്ട് ചെയ്ത ഒരാത്മാവ് പിന്നെ തൻ്റേതായ രീതിയിലുള്ള ചിന്തകൾ ആ മനസ്സിൽ വരാൻ പാടില്ല. ആർക്കാണോ സമർപ്പിച്ചത് ആ ആളിൻ്റെ ചിന്തയും ആ ആൾ ഉപദേശിക്കുന്ന കാര്യങ്ങളും മാത്രമേ ആ മനസ്സിൽ വരാൻ പാടുള്ളൂ. അതേപോലെ ശരീരവും ആർക്കാണോ സമർപ്പിച്ചത് ആ ആളുടെ സേവനമല്ലാതെ ആ ശരീരം കൊണ്ട് തൻ്റെ ഇഷ്ടമനുസരിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതേപോലെ ധനവും ബാബയുടെ വിശ്വമംഗളത്തിൻ്റെ കാര്യത്തിനല്ലാതെ ഏതെങ്കിലും വികല്പം അഥവാ വ്യർത്ഥമായ കാര്യങ്ങൾ അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ബാബ വളരെ സ്പഷ്ടമാക്കി തരികയാണ് സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്. इससे सिद्ध है कि देकर फिर वापस ले लेते. ഇതിൽ നിന്നും തെളിയുന്നത് ബാബയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ തിരികെ എടുക്കുന്നു എന്നാണ്. ശരീരവും മനസ്സും ധനവും ബാബയ്ക്ക് സമർപ്പിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് ബാബ പറയാണ്. ജബ്കി തൻ मन धन दे दिया है तो मन में क्या चलाना है वो भी श्रीमत मिलती है. तन से क्या करना है वो भी मत मिलती है. धन से क्या करना है वो भी मालूम है. ശരീരവും മനസ്സും ധനവും ബാബയ്ക്ക് കൊടുത്തുവെങ്കിൽ ആ മനസ്സിൽ എങ്ങനെയുള്ള ചിന്തകളാണ് കൊണ്ടുവരേണ്ടത് അതിനുള്ള ശ്രീമത്ത് കിട്ടുന്നുണ്ട്. ശരീരം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഉപദേശവും ബാബയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ധനം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അതും അറിയാം. ജിസ്കോ ദിയ ഉൻകി മത് പർ ഹി തോ ചൽന ഹോഗാ ന. ആർക്കാണോ കൊടുത്തത് ആ ആളിൻ്റെ മതം അനുസരിച്ച് തന്നെ നടക്കണമല്ലോ. ജിസ്നെ മൻ ദേ ദിയ ഉസ്കി അവസ്ഥ ക്യാ ഹോങ്കി. ആരാണോ മനസ്സ് ബാബയ്ക്ക് സമർപ്പിച്ചത് അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും. ശരീരവും മനസ്സും ധനവും ബാബയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാബ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ആ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാബ ചോദിക്കുകയാണ്, ആരാണോ മനസ്സ് ബാബയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് അവരുടെ ലക്ഷണം എന്തായിരിക്കും, അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും. മന്മനാഭവ, അവരുടെ മനസ്സെപ്പോഴും ബാബയുടെ ഓർമ്മയിലായിരിക്കും, മന്മനാഭവ സ്ഥിതിയിലായിരിക്കും. ഉസ്കാ മൻ വഹാഹി ലഗാ രഹേഗ, അവരുടെ മനസ്സ് താഴെ ഉണ്ടാകുകയില്ല, മുകളിൽ ബാബയുടെ അടുത്ത് തന്നെയായിരിക്കും. ഇസ് മന്ത്ര കോ കവി ഭൂലേങ്കേ നഹി, അവരൊരിക്കലും ഈ മന്ത്രത്തെ മറക്കുകയില്ല. മന്മനാഭവ മന്ത്രം ഒരിക്കലും അങ്ങനെയുള്ള ആത്മാക്കൾ മറക്കുകയില്ല ആരാണോ തൻ്റെ മനസ്സ് ബാബയിൽ സമർപ്പിച്ചത്. ജോ മന്മനാഭവ ഹോങ്ക ഉസ്മേ മോഹ് ഹോ സക്താ ഹെ. ആരുടെ സ്ഥിതിയാണോ മന്മനാഭവ സ്ഥിതി അവർക്ക് മോഹം വരുമോ. तो मोहजीत बनने के लिए अपने वायदे को याद करो. അപ്പോൾ മോഹത്തെ ജയിക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രതിജ്ഞകളെ ഓർക്കൂ. ബാബ അമ്മമാർക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മോഹത്തെ ജയിക്കുന്നതിന് വേണ്ടി ബാബ ഉപദേശിക്കുകയാണ്. നിങ്ങൾ വന്ന സമയത്ത്
യജ്ഞത്തിൻ്റെ ആദിയിൽ നിങ്ങൾ എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത്? ഞാനും നിൻ്റേത്, എൻ്റേതെല്ലാം നിൻ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ധനവും എല്ലാം തന്നെ നിൻ്റേത്. അങ്ങനെയാണല്ലോ നിങ്ങൾ ബാബയുടെ അടുത്ത് പ്രതിജ്ഞ ചെയ്തത്. പ്രതിജ്ഞയ്ക്കനുസരിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ മോഹം വരുന്നുവെങ്കിൽ അർത്ഥം പ്രതിജ്ഞയെ പാലിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, മോഹത്തെ ജയിക്കണമെങ്കിൽ പ്രതിജ്ഞയെ ഓർക്കൂ. यहाँ ट्रेनिंग से जब निकलेंगे तो आप कौन सा टप्पा लगवा कर निकलेंगे? ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഏത് മുദ്ര അടിച്ചിട്ടാണ് പോകാൻ പോകുന്നത്? അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു, അമ്മമാർ മോഹജീത്തുക്ക, മോഹത്തെ ജയിക്കുന്ന മുദ്ര അടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകും ബാബ എന്നവർ ഉത്തരം പറഞ്ഞു ബാബയോട്. അഗർ മോഹജീത്തുക്ക ടപ്പ ലഗ് ജായേഗ तो पोस्ट सीधी टिकाने पर पहुंचेगी. അഥവാ മോഹജീത്ത് എന്നുള്ള സ്റ്റാമ്പ് അല്ലെങ്കിൽ മുദ്രയാണ് അടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് നേരെ എത്താനുള്ള ലക്ഷ്യത്തിൽ തന്നെ എത്തും. और टप्पा नहीं होगा तो पोस्ट टिकाने पर नहीं पहुंचेगी. മുദ്രയില്ല അഥവാ സ്റ്റാമ്പ് അടിക്കുന്നില്ല എങ്കിൽ പോസ്റ്റ് ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഏത് ലക്ഷ്യത്തിൽ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ സ്ഥാനത്ത് അത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റാമ്പ് ആവശ്യമാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ആകേണ്ടത് ബാബയ്ക്ക് സമാനമാണ്, മോഹജീത്താണ്. അപ്പം ബാബു പറയണം, അങ്ങനെ മോഹജീത്ത് എന്നുള്ള മുദ്ര നിങ്ങൾ പതിപ്പിക്കുകയാണെങ്കിൽ ആ പോസ്റ്റ് നേരെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തും, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന്. അർത്ഥം നിങ്ങൾ എത്തേണ്ടടുത്തെത്തും, ലക്ഷ്യത്തിലെത്തും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലിയെ ടപ്പ ലഗാനാ ഹെ, അതുകൊണ്ട് മുദ്ര അഥവാ സ്റ്റാമ്പ് അടിക്കുക തന്നെ വേണം. ഇൻ മാതാവും കാഹി ഫിർ സമർപ്പിത് സമാരോഹ് കരേങ്കി. ബാബ പറയണ, ഈ അമ്മമാരുടെ തന്നെ പിന്നെ സമർപ്പിത സമാരോഹം ആഘോഷിക്കും. उसमें बुलाएंगे भी उनको जिन्होंने टप्पा लगाया होगा. സമർപ്പിത സമാരോഹത്തിൽ അവരെ മാത്രമേ വിളിക്കുകയുള്ളൂ ആരാണോ മുദ്ര പതിപ്പിച്ചിട്ടുള്ളത്, അർത്ഥം സ്റ്റാമ്പ് അടിച്ചിട്ടുള്ളത് മോഹജീത്തിൻ്റെ. അങ്ങനെയുള്ള അമ്മമാരെ മാത്രമേ ബാബ ക്ഷണിക്കുകയുള്ളൂ എന്ന്. മോഹജീത്ത് വാലോങ്ക സമ്മേളനം കരേങ്കി, മോഹത്തെ ജയിച്ചിട്ടുള്ളവരുടെ സമ്മേളനം ബാബ വിളിച്ചു കൂട്ടും. ഇസ്ലിയെ ജൽദി ജൽദി തയ്യാർ ഹോ ജാओ, അതുകൊണ്ട് വേഗം വേഗം തയ്യാറാവും. ഓം ശാന്തി. ബാബ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ അമ്മമാർ വന്നപ്പോൾ എന്ത് പ്രതിജ്ഞയാണ് നിങ്ങൾ ചെയ്തിരുന്നത് അത് ഓർമ്മിപ്പിക്കുകയാണ്. മെയിൻ തേരി തോ സബ് കുച്ച് തേരാ, ഞാനും നിൻ്റേത് എല്ലാം നിൻ്റേത്. പഹല വായദാ ഹി യഹ് ഹേ, मैं भी तेरी और मेरा सब कुछ भी तेरा. ആദ്യത്തെ പ്രതിജ്ഞ തന്നെ ഇതാണ്, ഞാനും നിൻ്റേത്, എൻ്റേതെല്ലാം നിൻ്റേത്. തോ ഫിർ ഭി മേരാ കഹാ സേ ആയ, അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് എൻ്റേത് എന്നുള്ളത് വന്നത്? തേരേ കോ മേരേ സേ മിലാ ദേത്തേ ഹോ, നിൻ്റേതിനെ എൻ്റേതുമായി കൂട്ടിച്ചേർക്കുകയാണ്. इससे क्या सिद्ध हुआ कि पहला वायदा ही भूल जाते हो. അപ്പോൾ ഇതിൽ നിന്നും തെളിയുന്നത് ആദ്യം എടുത്ത പ്രതിജ്ഞ തന്നെ മറന്നുപോയി. ബാബയുടെ അടുത്ത് ഓരോ കുട്ടിയും വരുമ്പോൾ ഞാനും നിൻ്റേതാണ്, എൻ്റേതെല്ലാം നിൻ്റേതാണ്, അങ്ങനെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നെ പതുക്കെ പതുക്കെ കുട്ടികളത് മറന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ എന്നുള്ള മോഹം വരുന്നത് എന്ന് ബാബ പ്രത്യേകിച്ച് അമ്മമാരെ ഓർമ്മിപ്പിക്കുകയാണ്. तेरे को मेरे से मिला देते हो, पहला पहला वायदा ही सब यह करते हैं, जो कहोगे
वो करेंगे, जो खिलाएंगे, जहाँ बिठाएंगे, यही जो वायदा है वह वाയത യാദ് ഹേ. ആദ്യവാദ്യം എല്ലാവരും ചെയ്ത പ്രതിജ്ഞ. എന്ത് പറയുന്നു അതേപോലെ ചെയ്യാം. എന്ത് കഴിപ്പിക്കുന്നു അത് തന്നെ കഴിക്കാം. എവിടെ ഇരുത്തുന്നു അവിടെ ഇരിക്കാം. ഈ പ്രതിജ്ഞ അതോർമ്മയുണ്ടോ? ബാബയുടെ കുട്ടിയായപ്പോൾ എല്ലാവരും തന്നെ ഈ പ്രതിജ്ഞ ബാബയുടെ അടുത്ത് എടുത്തിട്ടുള്ളതാണ്. ബാബ, നീ എന്നെ എവിടെ ഇരുത്തുന്നു അവിടെ ഞാൻ ഇരിക്കാം. നീ എനിക്ക് എന്ത് തരുന്നു കഴിക്കുന്നതിന് അത് തന്നെ ഞാൻ കഴിക്കാം. അപ്പം ബാബ ആ പ്രതിജ്ഞയെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾക്കത് ഓർമ്മയുണ്ടോ എന്ന്. बाप तुमको अव्यक्त वतन में बिठाया है तो आप फिर व्यक्त वतन में क्यों आ जाते हो? ബാബ നിങ്ങളെ അവ്യക്തവദനത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ പിന്നെ എന്തിനാണ് വ്യക്തവദനത്തിലേക്ക് വരുന്നത്? വായദാ തോ ഠീക് നഹീ നിഭായ. അപ്പം ചെയ്ത പ്രതിജ്ഞ നിങ്ങൾ ശരിക്ക് പാലിക്കുന്നില്ല. എവിടെ ഇരുത്തിയാലും അവിടെ ഇരിക്കാമെന്നുള്ള പ്രതിജ്ഞ പാലിക്കുന്നില്ലല്ലോ കുട്ടികൾ. ബാബ ഇരുത്തിയിരിക്കുന്നത് അവ്യക്തവദനത്തിലും നമ്മളിരിക്കുന്നത് അങ്ങ് വ്യക്തവദനത്തിലുമാണ്. അപ്പം അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, കുട്ടികൾ ശരിക്കും പ്രതിജ്ഞ പാലിക്കുന്നില്ലല്ലോ. വായദാ ഹേ ജഹാ ബിഠായെങ്കെ വഹാ ബൈഠേങ്കെ. ബാപ്പിനെ തോ കഹാ നഹീ ഹേ കി വ്യക്തവദൻ മേ ബൈഠോ. ബാബ ഒരിക്കലും കുട്ടികളോട് പറഞ്ഞിട്ടേയില്ല നിങ്ങൾ വന്ന് വ്യക്തവദനത്തിലിരിക്കാൻ. ബാബ ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവ്യക്തവദനത്തിലാണ്. പിന്നെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് വ്യക്തവദനത്തിൽ വന്നത്, എന്തിനാണ് വ്യക്തവദനത്തിൽ കൂടുതൽ ഇരിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. വ്യക്തുമേ ഹോത്തെ അവ്യക്തുമേ രഹോ. വ്യക്തത്തിലാണെങ്കിലും അവ്യക്തത്തിലിരിക്കാൻ പഠിക്കൂ. പഹല പഹല പാട് ഹി ഭൂൽ ജായെങ്കെ തോ ഫിർ ട്രെയിനിങ് ക്യാ കരെങ്കെ. ആദ്യമുള്ള പാഠം തന്നെ നിങ്ങൾ മറക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ട്രെയിനിങ്ങാണ് എടുക്കാൻ പോകുന്നത്? ട്രെയിനിങ് മേ പഹല പാടത്തോ പക്കാ കരാവൂ. ട്രെയിനിങ്ങിൽ ആദ്യത്തെ പാഠം പക്കാക്കും. അപ്പോൾ നമ്മളെല്ലാവരും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയുകയാണ്, ആദ്യത്തെ പാഠം പക്കാക്കൂ. യഹി യാദ് രഖോ कि जो वायदा किया है उसको निभाकर दिखाएंगे. അപ്പോൾ ഇത് ഓർമ്മയിൽ വയ്ക്കൂ. എന്ത് പ്രതിജ്ഞയാണോ ചെയ്തത് അത് പാലിച്ച് തന്നെ കാണിക്കും. എന്ത് പ്രതിജ്ഞയാണോ ഞാൻ ബാബയോട് ചെയ്തത് അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കുട്ടികൾ പ്രതിജ്ഞ എടുക്കൂന്ന് ബാബ പറയാണ്. ബാബ ചോദിക്കുകയാണ്, जो माताएं ट्रेनिंग में आई हुई हैं आप सब സറണ്ടർ ഹോ. ട്രെയിനിങ്ങിൽ വന്നിരിക്കുന്ന എല്ലാ അമ്മമാരോടും ബാബ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും സമർപ്പിതരാണോ? जब സറണ്ടർ ഹോ ചുക്കേ ഹോ तो फिर മോഹ കഹാ സെ ആയ. നിങ്ങൾ സമർപ്പിതരായി കഴിഞ്ഞുവെങ്കിൽ പിന്നെ മോഹം എവിടെ നിന്ന് വന്നു? जब कोई जलकर खत्म हो जाता है तो फिर उसमें कुछ रहता है. ബാബ ചോദിക്കുക, ആരെങ്കിലും എരിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവരിൽ അവശേഷിക്കുമോ? ഒരാൾ എരിഞ്ഞു തീർന്നു, ബാബ പറയാണ്, അത് മരിച്ചു കഴിഞ്ഞു, എരിഞ്ഞു കഴിഞ്ഞു, പിന്നെ എന്തെങ്കിലും അവശേഷിക്കുമോ? കുച്ച് ഭീ നഹീ, ഒന്നും അവശേഷിക്കാറില്ല. അഗർ കുച്ച് ഹേ तो इसका मतलब है कि तीर लगा है लेकिन पूरे जले नहीं है. അഥവാ കുറച്ചെന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, അമ്പ് ഏറ്റിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും എരിഞ്ഞു തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കലിയുഗത്തോട് മരിച്ചു കഴിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, കാര്യങ്ങളുടെ ഗൗരവം അറിയാം, പക്ഷേ പൂർണ്ണമായിട്ടും അതിനോട് യോജിച്ചു കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു അർപ്പണ ബോധത്തിൽ വന്നിട്ടില്ല എന്ന് ബാബ അമ്മമാരോട് പറയുകയാണ്.
മരേ ഹേ ജലേ നഹി ഹേ, മരിച്ചു എന്നാൽ എരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. രാവൺ കോ ഭി പഹലെ മാർത്തേ ഹേ ഫിർ ജലാത്തേ ഹേ, രാവണനെ ആദ്യം കൊല്ലുന്നു, പിന്നെയാണ് കത്തിച്ചു കളയുന്നത്. തോ മർജീവ ബനേ ഹോ പരന്തു ജൽക്കർ ഖതം നഹി ഹുയേ ഹോ, മരിച്ചിട്ട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും എരിഞ്ഞു തീർന്നിട്ടില്ല എന്ന്. മർജീവ ആയിട്ടുണ്ട്, പക്ഷേ എരിഞ്ഞു തീർന്നിട്ടില്ല, പൂർണ്ണമായിട്ടും ഭസ്മമായി കഴിഞ്ഞിട്ടില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ബാബ അമ്മമാരോട് അവർക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു ഈ മോഹം എന്ന് ചോദിക്കുകയാണ്. പ്രത്യേകിച്ചും യജ്ഞത്തിൽ സമർപ്പിതരായി നിൽക്കുന്ന അമ്മമാരാണ്. അപ്പം എല്ലാം നിങ്ങൾ ബാബയിൽ സമർപ്പിച്ചവരാണ്. പിന്നെയും നിങ്ങൾക്ക് മോഹം എന്നുള്ള വികാരം എവിടെ നിന്ന് വന്നു? അപ്പം മോഹം വരുന്നത് എൻ്റെ എന്നുള്ളതിൻ്റെ ആധാരത്തിലാണ്. എവിടെ എൻ്റേതെന്നുണ്ടോ അവിടെ മോഹം ഉണ്ടാവും. അപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ മരിച്ചു, പക്ഷേ പൂർണ്ണമായിട്ടും എരിഞ്ഞു തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും മോഹത്തിൻ്റെ സംസ്കാരം ഉള്ളത്. ഏകദം കാക്ക് ബൻ ജായേ വോ നഹി ബനെ, അങ്ങനെ പൂർണ്ണമായിട്ടും ചാരമായി തീരുക, അങ്ങനെ ആയിട്ടില്ല. സറണ്ടർ കാ അർത്ഥ തോ ബഡാ ഹൈ, സമർപ്പണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. മേരാ കുച്ച് രഹാഹി നഹി, എൻ്റേതായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. ബാബ സമർപ്പണത്തിൻ്റെ ആഴമായിട്ടുള്ള അർത്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സമർപ്പണം എന്ന് പറയുമ്പോൾ എൻ്റേതായിട്ട് അവിടെ ഒന്നുമില്ല, എല്ലാം എരിഞ്ഞു തീർന്നു. സറണ്ടർ ഹുവ തോ തന് മന് ധന് സബ് കുച്ച് അർപ്പൺ, സമർപ്പണമായി അർത്ഥം ശരീരവും മനസ്സും ധനവും എല്ലാം അർപ്പണം. जब मन अर्पण कर दिया तो उस मन में अपने अनुसार संकल्प उठा ही कैसे सकते हैं? മനസ്സ് ബാബയ്ക്ക് അർപ്പണം ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ആ മനസ്സിൽ തൻ്റേതായ രീതിയിലുള്ള സങ്കല്പങ്ങളെ എങ്ങനെ കൊണ്ടുവരും? തൻസേ വികർമ്മ കർഹി കൈസേ സക്തെ, ശരീരം കൊണ്ട് എങ്ങനെ വികർമ്മം ചെയ്യാൻ കഴിയും? और धन को भी विकल्प अथवा व्यर्थ कार्य में लगा ही कैसे सकते हो? ധനത്തെ വികൽപ്പം അഥവാ വ്യർത്ഥമായ കാര്യങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അപ്പം ശരീരവും മനസ്സും ധനവും കൊണ്ട് അർപ്പണം ചെയ്തിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം, അത് ബാബ പ്രത്യേകിച്ചും അമ്മമാരുടെ ഈ ഗ്രൂപ്പിൽ ഉപദേശിക്കുകയാണ്. സമർപ്പണം മനസ്സുകൊണ്ട് ചെയ്ത ഒരാത്മാവ് പിന്നെ തൻ്റേതായ രീതിയിലുള്ള ചിന്തകൾ ആ മനസ്സിൽ വരാൻ പാടില്ല. ആർക്കാണോ സമർപ്പിച്ചത് ആ ആളിൻ്റെ ചിന്തയും ആ ആൾ ഉപദേശിക്കുന്ന കാര്യങ്ങളും മാത്രമേ ആ മനസ്സിൽ വരാൻ പാടുള്ളൂ. അതേപോലെ ശരീരവും ആർക്കാണോ സമർപ്പിച്ചത് ആ ആളുടെ സേവനമല്ലാതെ ആ ശരീരം കൊണ്ട് തൻ്റെ ഇഷ്ടമനുസരിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതേപോലെ ധനവും ബാബയുടെ വിശ്വമംഗളത്തിൻ്റെ കാര്യത്തിനല്ലാതെ ഏതെങ്കിലും വികല്പം അഥവാ വ്യർത്ഥമായ കാര്യങ്ങൾ അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ബാബ വളരെ സ്പഷ്ടമാക്കി തരികയാണ് സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്. इससे सिद्ध है कि देकर फिर वापस ले लेते, ഇതിൽ നിന്നും തെളിയുന്നത് ബാബയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ തിരികെ എടുക്കുന്നു എന്നാണ്. ശരീരവും മനസ്സും ധനവും ബാബയ്ക്ക് സമർപ്പിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് ബാബ പറയാണ്. ജബ്കി തൻ मन धन दे दिया है तो मन में क्या चलाना है वो भी श्रीमत मिलती है, तन से क्या करना है वो भी मत मिलती है, धन से क्या करना है वो भी मालूम है. ശരീരവും മനസ്സും ധനവും ബാബയ്ക്ക് കൊടുത്തുവെങ്കിൽ ആ മനസ്സിൽ എങ്ങനെയുള്ള ചിന്തകളാണ് കൊണ്ടുവരേണ്ടത് അതിനുള്ള ശ്രീമത്ത് കിട്ടുന്നുണ്ട്. ശരീരം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഉപദേശവും ബാബയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ധനം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അതും അറിയാം. ജിസ്കോ ദിയ
ഉൻകി മത് പർ ഹി തോ ചൽനാ ഹോഗാ ന. ആർക്കാണോ കൊടുത്തത് ആ ആളിൻ്റെ മതമനുസരിച്ച് തന്നെ നടക്കണമല്ലോ. ജിസ്നെ മൻ ദേ ദിയ ഉസ്കി അവസ്ഥ ക്യാ ഹോങ്കി. ആരാണോ മനസ്സ് ബാബയ്ക്ക് സമർപ്പിച്ചത് അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ശരീരവും മനസ്സും ധനവും ബാബയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാബ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ആ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാബ ചോദിക്കുകയാണ്, ആരാണോ മനസ്സ് ബാബയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് അവരുടെ ലക്ഷണം എന്തായിരിക്കും? അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും? മന്മനാഭവ. അവരുടെ മനസ്സെപ്പോഴും ബാബയുടെ ഓർമ്മയിലായിരിക്കും, മന്മനാഭവ സ്ഥിതിയിലായിരിക്കും. ഉസ്കാ മൻ വഹാഹി ലഗാ രഹേഗ. അവരുടെ മനസ്സ് താഴെ ഉണ്ടാകുകയില്ല, മുകളിൽ ബാബയുടെ അടുത്ത് തന്നെയായിരിക്കും. ഇസ് മന്ത്രക്കോ കവി ഭൂലേങ്കേ നഹി. അവരൊരിക്കലും ഈ മന്ത്രത്തെ മറക്കുകയില്ല. മന്മനാഭവ മന്ത്രം ഒരിക്കലും അങ്ങനെയുള്ള ആത്മാക്കൾ മറക്കുകയില്ല, ആരാണോ തൻ്റെ മനസ്സ് ബാബയിൽ സമർപ്പിച്ചത്. ജോ മന്മനാഭവ ഹോങ്ക ഉസ്മേ മോഹ് ഹോ സക്താ ഹെ. ആരുടെ സ്ഥിതിയാണോ മന്മനാഭവ സ്ഥിതി അവർക്ക് മോഹം വരുമോ? तो മോഹജീത്ത് ബന്നെ കെ ലിയെ അപ്പനെ വായതേ കോ യാദ് കരോ. അപ്പോൾ മോഹത്തെ ജയിക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രതിജ്ഞകളെ ഓർക്കൂ. ബാബ അമ്മമാർക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മോഹത്തെ ജയിക്കുന്നതിന് വേണ്ടി ബാബ ഉപദേശിക്കുകയാണ്. നിങ്ങൾ വന്ന സമയത്ത് യജ്ഞത്തിൻ്റെ ആദിയിൽ നിങ്ങൾ എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത്? ഞാനും നിൻ്റേത്, എൻ്റേതെല്ലാം നിൻ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ധനവും എല്ലാം തന്നെ നിൻ്റേത്. അങ്ങനെയാണല്ലോ നിങ്ങൾ ബാബയുടെ അടുത്ത് പ്രതിജ്ഞ ചെയ്തത്. പ്രതിജ്ഞയ്ക്കനുസരിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ മോഹം വരുന്നുവെങ്കിൽ അർത്ഥം പ്രതിജ്ഞയെ പാലിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുകയാണ്, മോഹത്തെ ജയിക്കണമെങ്കിൽ പ്രതിജ്ഞയെ ഓർക്കൂ. യഹാൻ ട്രെയിനിങ് സെ ജബ് നിക്കലേങ്കെ तो आप कौन सा टप्पा लगवा कर निकलेंगे. ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഏത് മുദ്ര അടിച്ചിട്ടാണ് പോകാൻ പോകുന്നത്? അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു, അമ്മമാർ മോഹജീത്തുക്ക, മോഹത്തെ ജയിക്കുന്ന മുദ്ര അടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകും ബാബ എന്നവർ ഉത്തരം പറഞ്ഞു ബാബയോട്. അഗർ മോഹജീത്തുക്ക ടപ്പ ലഗ് ജായേഗ तो പോസ്റ്റ് സീതി ടിക്കാനെ पर पहुंचेगी. അഥവാ മോഹജീത്ത് എന്നുള്ള സ്റ്റാമ്പ് അല്ലെങ്കിൽ മുദ്രയാണ് അടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് നേരെ എത്താനുള്ള ലക്ഷ്യത്തിൽ തന്നെ എത്തും. और टप्पा नहीं होगा तो പോസ്റ്റ് ടിക്കാനെ पर नहीं पहुंचेगी. മുദ്രയില്ല അഥവാ സ്റ്റാമ്പ് അടിക്കുന്നില്ല എങ്കിൽ പോസ്റ്റ് ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഏത് ലക്ഷ്യത്തിൽ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ സ്ഥാനത്ത് അത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റാമ്പ് ആവശ്യമാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ആകേണ്ടത് ബാബയ്ക്ക് സമാനമാണ്, മോഹജീത്താണ്. അപ്പം ബാബു പറയണം, അങ്ങനെ മോഹജീത്ത് എന്നുള്ള മുദ്ര നിങ്ങൾ പതിപ്പിക്കുകയാണെങ്കിൽ ആ പോസ്റ്റ് നേരെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തും, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന്. അർത്ഥം നിങ്ങൾ എത്തേണ്ടിടത്തെത്തും, ലക്ഷ്യത്തിലെത്തും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലിയെ ടപ്പ ലഗാനാഹെ. അതുകൊണ്ട് മുദ്ര അഥവാ സ്റ്റാമ്പ് അടിക്കുക തന്നെ വേണം. ഇൻ മാതാവും കാഹി ഫിർ സമർപ്പിത് സമാരോഹ് കരേങ്കി. ബാബ പറയണ, ഈ അമ്മമാരുടെ തന്നെ പിന്നെ സമർപ്പിത സമാരോഹം ആഘോഷിക്കും. उसमें बुलाएंगे भी उनको जिन्होंने टप्पा लगाया होगा. സമർപ്പിത സമാരോഹത്തിൽ അവരെ മാത്രമേ വിളിക്കുകയുള്ളൂ ആരാണോ മുദ്ര പതിപ്പിച്ചിട്ടുള്ളത്, അർത്ഥം സ്റ്റാമ്പ് അടിച്ചിട്ടുള്ളത് മോഹജീത്തിൻ്റെ. അങ്ങനെയുള്ള അമ്മമാരെ മാത്രമേ ബാബ ക്ഷണിക്കുകയുള്ളൂ എന്ന്. മോഹജീത്ത് വാലോങ്ക സമ്മേളനം കരേങ്കി. മോഹത്തെ ജയിച്ചിട്ടുള്ളവരുടെ സമ്മേളനം ബാബ വിളിച്ചു കൂട്ടും. ഇസ്ലിയെ ജൽദി ജൽദി തയ്യാർ ഹോ ജാओ.
അതുകൊണ്ട് വേഗം വേഗം തയ്യാറാവും. ഓം ശാന്തി.